ലോകം വീണ്ടും ആണവായുധ ഭീഷണിയുടെ വാതിൽക്കൽ ഏത് നിമിഷവും സംഭവിക്കാവുന്ന ദുരന്തത്തെ ഓർത്ത് പരിതപിച്ചു നിൽക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ലോകത്തെ ഏറ്റവും വലിയ ആണവ ശക്തികളായ അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ഇടയിൽ അവശേഷിച്ച ഏക ആണവായുധ കരാറിന്റെ കാലാവധി അവസാനിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആണവായുധ നിയന്ത്രണ കരാറായ ന്യൂ സ്റ്റാർട്ട് ആണ് ഫെബ്രുവരി 5 അർദ്ധരാത്രിയോടെ കാലഹരണപ്പെട്ടത്. കരാർ ഒരു വർഷത്തേക്ക് കൂടി നീട്ടാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നേരത്തെ സന്നദ്ധത അറിയിച്ചിരുന്നു. പക്ഷേ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അനുകൂലമായല്ല അതിനോട് പ്രതികരിച്ചത്. ആണവായുധങ്ങൾക്ക് പരിധി നിശ്ചയിക്കുന്നതിൽ വിയോജിപ്പുണ്ടെന്നും ആണവായുധ നിയന്ത്രണം സംബന്ധിച്ച ചർച്ചകളിൽ ചൈനയെ കൂടി ഭാഗമാക്കണമെന്നുമായിരുന്നു ട്രംപിന്റെ നിലപാട്. ഇതോടെയാണ് ബദൽ കരാർ നിലവിൽ വരാതെ ന്യൂ സ്റ്റാർട്ട് കാലഹരണപ്പെട്ടത്. 2010 ചെക്ക് റിപ്പബ്ലിക്കിന്റെ തലസ്ഥാനമായ പ്രാഗിൽ വെച്ചാണ് അമേരിക്കയും റഷ്യയും ആണവായുധ നിയന്ത്രണ കരാറായ ന്യൂ സ്റ്റാർട്ട് ഉടമ്പടി ഒപ്പുവെച്ചത്. അന്നു മുതൽ ഇന്നോളം ആണവായുധ നിയന്ത്രണത്തിന്റെ കാര്യത്തിൽ ഫലപ്രദമായി ഇടപെട്ട കരാറിനാണ് ഇപ്പോൾ അവസാനമായിരിക്കുന്നത്. എന്താണ് ന്യൂ സ്റ്റാർട്ട് ഉടമ്പടി? എന്തുകൊണ്ടാണ് ഈ ഉടമ്പടി പ്രാധാന്യം അർഹിക്കുന്നത്? ഈ രണ്ട് ചോദ്യങ്ങളും വളരെ ശ്രദ്ധേയമാണ്.